കൊറോണ വൈറസ് മഹാമാരി മൂലം കുറച്ചുനാളുകളായി ഉൽപാദനം നിർത്തിയതിനു ശേഷം ലാൻഡ് റോവറിന്റെ നിർമ്മാണ കേന്ദ്രങ്ങളിൽ കാര്യങ്ങൾ സാധാരണ നിലയിലേക്ക് വരാൻ തുടങ്ങി. പുതിയ പ്രോട്ടോകോൾ നടപ്പിലാക്കുന്നതിലൂടെ എല്ലാ ഉൽപാദന ലൈനുകൾ, എഞ്ചിനീയറിംഗ് സൗകര്യങ്ങൾ, ഓഫീസ് ഏരിയകൾ, സാമുദായിക ഇടങ്ങൾ എന്നിവയുടെ വിപുലമായ പരിശോധനയ്ക്കും ശുചീകരണത്തിനും ശേഷമാണ് പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചത്. തെർമൽ ക്യാമറകളുള്ള താപനില പരിശോധന സാധ്യമാകുന്നിടത്തെല്ലാം ആളുകൾക്കിടയിൽ 2 മീറ്റർ ദൂരം, അങ്ങനെയല്ലാത്ത സ്ഥലത്ത് PPE കിറ്റുകളുടെ ഉപയോഗം, വൺ വേ സിസ്റ്റങ്ങളുടെ അവതരണം, പ്ലാന്റുകളിൽ മെച്ചപ്പെട്ട ക്ലീനിംഗ് എന്നിവ ഉൾപ്പെടുന്നു. കൂടാതെ JLR ഓരോ ജീവനക്കാരനും പുനരുപയോഗിക്കാൻ കഴിയുന്ന ഫേസ് ഫീൽഡ് വാഗ്ദാനം ചെയ്യുന്നു. പുതിയ ഓൺസെറ്റ് നടപടികൾക്ക് പുറമെ ജോലിയിലേക്ക് മടങ്ങുന്നതിന് മുൻപ് പ്രത്യേക സുരക്ഷാ നടപടികൾ സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥരോട് കമ്പനി ആവശ്യപ്പെടുന്നു. ഒരു ഓൺലൈൻ ക്ലിനിക്കൽ ചോദ്യാവലി പൂർത്തിയാക്കുക, ആരോഗ്യക്ഷേമ ചാർട്ടിൽ സൈനപ്പ് ചെയ്യുക, ഓരോ ഷിഫ്റ്റിനും മുൻപായി വീട്ടിൽ നിന്ന് തന്നെ താപനില നിരീക്ഷിക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ചൈനയിലെ ഷാങ്ചുവിലെ JLRന്റെ സംയുക്ത സംരംഭ പ്ലാന്റ് ഫെബ്രുവരി പകുതി മുതൽ പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ചും സ്പെഷ്യൽ വെഹിക്കിൾ ഓപ്പറേഷൻസ് ഡിവിഷനിൽ വിൽപ്പനയെ ബാധിച്ചേക്കാമെങ്കിലും സാമ്പത്തിക വർഷത്തിൽ മികച്ച വളർച്ച രേഖപ്പെടുത്താൻ ഇത് കാർ നിർമ്മാതാക്കളെ സഹായിച്ചു.